നമുക്കധികം പരിചയമുള്ളൊരു മേഖല ഈ കോർട്ട് റൂം ഡ്രാമ എന്നൊക്കെ പറയുമ്പോൾ നമ്മളധികം അങ്ങനെ ഈ ഇപ്പോൾ പറഞ്ഞു ഈ സാധാരണ കാണുന്ന പോലെ വേറെ ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറയുന്നത്. ഈ റൈറ്ററോട് ചോദിക്കാനുള്ളത്, ഇതുപോലൊരു എഴുത്ത് സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചിരുന്നു. ജിത്തു സാർ ഡയറക്റ്റ് ചെയ്യുന്നു, ലാലേട്ടൻ നായകനാവുന്നു, സീനിയർ ആർട്ടിസ്റ്റുകളെല്ലാം ഉണ്ട്. എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഇത് നടക്കുന്നതിന് മുന്നേ ഒരു പ്രതീക്ഷയില്ല. ഇത് തുടങ്ങുമ്പോഴാണല്ലോ ഇത് നീലിൻ്റെ ആശയം ജിത്തു സാറ് പങ്കുവയ്ക്കുന്നു. പിന്നെ അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ ലാലേട്ടൻ ഉണ്ട്, അനിൽ ചേട്ടൻ ലാലേട്ടൻ വരും. പിന്നെ അത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ സ്ക്രിപ്റ്റും ക്യാരക്ടറൈസേഷനൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ജഗദീഷ് സിദ്ദിഖേട്ടനും ഗണേഷ് ചേട്ടനും അനശ്വര അങ്ങനെ എല്ലാവരും ഇതിൻ്റെ ഭാഗമാകുന്നു. അത് നടന്നു കഴിയുമ്പോഴേക്കും നമുക്ക് നടന്നു, അതിൻ്റെ ഒരു സന്തോഷവും കൃതാർത്ഥതയും. ശരിക്കും അങ്ങനെയായിരുന്നു. നമ്മൾ ഓരോ ഘട്ടത്തിലും ഞാനിങ്ങനെ സാർ നടക്കൂ സാർ, ഇത് ശരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോവാണോ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഷൂട്ട് തുടങ്ങി, എൻ്റെ പൂജ കഴിഞ്ഞു, ഇപ്പോഴേക്കും യാഥാർത്ഥ്യമായി. രണ്ട് സീനിയർ താരങ്ങളുണ്ട്. എന്താണ് ഈ പടത്തിനെ കുറിച്ച് പറയുന്നത്? അല്ല, ഈ പടം ഒന്ന് ഈ കോമ്പിനേഷൻ ജിത്തു ജോസഫ് മോഹൻലാൽ പ്രോജക്റ്റിലൊരു വേഷം കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ജഗദീഷ് ചേട്ടൻ ഈയിടെയായിട്ട് നല്ല നല്ല വേഷങ്ങളാണ് ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പല സിനിമകളിലും. വളരെ സന്തോഷം. അതിനനുസരിച്ച് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രേക്ഷകരുടെ അപ്രീസിയേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒന്നുകൂടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റോളാണ് എനിക്ക് ജിത്തു തന്നിരിക്കുന്നത്. ശാന്തിയും തീർച്ചയായിട്ടും അതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിൻ്റെ ഇമോഷൻസ് ഒരുപാടുണ്ട്. ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ എന്ന് പറയുമ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റേതായിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്. എൻ്റെ ഒരു ഹെൽപ്ലെസ്നെസ് ഉണ്ട്, ഒരു സോറോ ഉണ്ട്, ഗ്രീഫ്, ഇതിൻ്റെയൊക്കെ വേരിയേഷൻസ് ഉണ്ട്. പിന്നെ ഏറ്റവും സന്തോഷമായിട്ട് തോന്നിയ സൈലൻറ്റ് റിയാക്ഷൻസ്. ഇപ്പം നമ്മൾ ഡയലോഗുള്ള സീനിൽ അഭിനയിക്കുന്നതിനേക്കാളും അല്പം കീനായിട്ട് വളരെ മെറ്റിക്കുലസ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഈ സൈലൻറ്റ് റിയാക്ഷൻസ്. അത് ഈ ചിത്രത്തിൽ ഓരോ ഘട്ടത്തിലും അത് വളരെ പ്രോമിനൻ്റായിട്ട് തന്നെ ആ ഒരു പൊസിഷൻ നമുക്ക് ഈ കോർട്ടിൻ്റെ ഭാഗമാകാൻ വാദിക്കുമ്പോഴും അല്ലെങ്കിൽ സാക്ഷി പറയുമ്പോഴും ഒക്കെ തന്നെ നമ്മുടെ ആ സാക്ഷിക്കൂട്ടിലില്ലാത്തപ്പോൾ പോലും കോർട്ടിൻ്റെ ഭാഗമായി നമ്മൾ നമ്മുടെ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ജിത്തു. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്.